ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ. എന്തിനാണ് എന്നോട് ഈ അത് ജിൻറ്റപ്പൻ അല്ല, ആ കൈ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് സ്ലോയിലാണ് വീഡിയോ ഇടാൻ, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു ലൈക്ക്, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഓക്കെ അപ്പം നമുക്കിനി തുടങ്ങാം. അതായത് ശരണ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ആദ്യം ക്ലിപ്പ് കാണാം. പിന്നെ ക്ലിപ്പ് കാണുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഓക്കെ നമുക്ക് ക്ലിപ്പ് കാണാം. മിണ്ടാതിരിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ്. അവിടെ ഇന്ന് കൂട്ടിത്തല്ല്, തമ്മിലിടി, അതല്ലേ ബിഗ് ബോസ് ഷോയിലെ കണ്ടസ്റ്റന്റ് പറയുന്നത്. എന്തെല്ലാം വീക്കിലി വന്നിട്ട് എനിക്കറിയില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന വരക്കിടാൻ മാത്രമാണോ? ഇപ്പൊ പ്രേക്ഷകർക്ക് ഒഴിഞ്ഞൊഴിഞ്ഞ് ശരണ്യ എന്ന് പറയുന്ന പേര് ഇന്നും ജനങ്ങൾ കാണുന്നത് ഡ്രസ്സിങ്ങിലാ. ഡ്രസ്സ് ഇട്ട് എക്സ്പോസ് ചെയ്യുന്ന ശരണ്യെ ആളുകൾ കാണുന്നുള്ളൂ. അങ്ങനെ ചോദ്യം എന്ന് പറയുന്നത് 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണോ? എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ എക്സ്പോസ്? ശരണ്യ കാണിച്ചത് എന്താണോ അതാണ് എക്സ്പോസ്. മറ്റ് കണ്ടസ്റ്റന്റുകൾ ഒന്നും കാണിക്കാത്തത് ശരണ്യ അവിടെ കാണും. അതിന്റെ കഴിവല്ലേ? മറ്റേ കണ്ടസ്റ്റന്റുകൾ ഒന്നും കാണിക്കാത്ത വ്യത്യാസമായിട്ട് നിന്ന് അതിന്റെ കഴിവാണ് ഞാൻ ചോദിക്കുന്നത്. ആ കഴിവാണോ ഡ്രസ്സിങ്ങിലൂടെ കാണിച്ചത്? എന്നോട് ചോദിക്കുന്നത് ആ ജിംബേർ ഇട്ടത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു. പറയണല്ലോ, റെഡി ആണല്ലോ. കാണുന്നുണ്ടായിരുന്നോ? ശരിക്കും അതിലും അതും കൂടി ചെയ്തുതരാം. ആ ഒരു ക്ലിപ്പ് എടുത്ത് ഒരു ട്രോളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തായിട്ടോ എടുത്തത്. അതിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഡ്രസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പം പ്രേക്ഷകൻ മീൻസ് കുടുംബിനി എന്താ പറയുക, വീട്ടമ്മ എന്നൊക്കെ പറയുമല്ലോ. അപ്പം ഞാൻ അതിന്റെ റിയാക്ട് ചെയ്യിച്ചത് എൻ്റെ അമ്മയെ കൊണ്ടാണ്. കാരണം അന്ന് രാവിലെ ലൈവ് കണ്ട സമയത്ത് ഈ പെണ്ണെന്തോ ഡ്രസ്സ് അവിടെ ഇട്ടേക്കുന്നതെന്നും പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ലൈവ് കാണുമല്ലോ. ഞാനൊന്നും അറിയാത്തവരെ പോലെ എന്താ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സോ അയ്യോ ആ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത് അതിനെക്കുറിച്ച്. പിന്നെ എൻ്റെ ഉച്ചയ്ക്ക് അമ്മ വന്നിട്ട് ഒരു വീഡിയോ പുള്ളിയുടെ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു. അത് അത്യാവശ്യം എല്ലാവരും കാണുകയുണ്ടായി. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോഴത്തെ ഓപ്പണായിട്ട് പറഞ്ഞാൽ ന്യൂജൻ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ രീതിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ചിലവർ ചോദിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടോടാന്ന് ചോദിച്ച് കമൻറ്റ് ചോദിക്കാൻ വരുന്നവരൊക്കെ കാണും, അതവിടെ നിൽക്കും. ഓക്കെ, അപ്പം ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന അറിയാലോ നിങ്ങൾക്ക്, കൂടുതലും സീരിയലും കാര്യങ്ങളും ഒക്കെയാണ് ഈ സമയത്ത് വരുന്നത്. പിന്നെ ബിഗ് ബോസ് ഷോയും അത് കാണുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ശരണ്യ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, അതവിടെ കഴിഞ്ഞു. അടുത്ത ക്ലിപ്പിലോട്ട് പോകാം. ജാസ്മിന്റെ ജീവിതം ഇല്ലാതാക്കിയതിൽ ഗബ്രിക്ക് പങ്കുണ്ടോ? രണ്ടുപേർക്കും പങ്കുണ്ട്. ഞാൻ തോന്നിയിരുന്നു കണ്ടസ്റ്റന്റ് നിലയിൽ ശരണ്യക്ക് തോന്നിയത് പ്രണയമായിരുന്നെന്ന്. ഒരു ദിവസം കൊണ്ട് ഒരാളോട് ഐ ലവ് യു അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അപ്പൊ ഇത് അവരുടെ സ്ക്രിപ്റ്റഡ് ആയിരുന്നോ, അവരുടെ ഗെയിം പ്ലാൻ ആയിരുന്നോ? എന്തായാലും ചീറ്റി. സ്വന്തം ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. ജാസ്മിൻ സിമ്പിൾ ആയിട്ട് പറയുന്നു ലാലേട്ട ഒരു ബ്ലോക്കേ ഉള്ളൂ. ജാസ്മിൻ തന്നെ ഗബ്രി പോയപ്പം ഫോട്ടോ എടുത്ത് കരയുന്നു. ഗെയിം വരുമ്പോ ആ കരച്ചില് മാറ്റുന്നു. ജാസ്മിന്റെ കാര്യമാണ് ചോദിച്ചത്. അത് പിന്നെ നമുക്കറിയാലോ, പൊട്ടും പഴം എവിടെയെല്ലാം ഇങ്ങനെ ഇരിക്കും എന്നുള്ള കഥയൊക്കെ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട. പിന്നെ ലാലേട്ടൻ വന്നപ്പോൾ ലാലേട്ട ഒരു ബ്ലോക്ക് ഉള്ളൂ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പഴം കഥ അത് നമുക്കങ്ങ് വിട്ട് കളഞ്ഞേക്കാം. അത് ശരണ്യയുടെ അഭിപ്രായം ചോദിച്ചു എന്നുള്ളൂ. നമ്മൾ ഈ ജാസ്മിൻ്റെ തൊട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് മെയിനായിട്ടുള്ള ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടോ നമുക്കത് നോക്കാം. ടു ബി ഫ്രാങ്ക്, അത് ജിൻറ്റപ്പൻ അല്ല, ആ കൈ ജിൻറ്റപ്പന്റെ ആയിരുന്നില്ല. മുടി വലിച്ചു, ഞാൻ പറഞ്ഞു തരട്ടെ. ആ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വലിച്ച സമയത്ത് അത് അർജുന്റെ കൈ ആയിരുന്നു. ഒരുപാട് സന്തോഷം അത് മനസ്സിലാക്കി കളഞ്ഞല്ലോ. കാരണം അന്ന് ഞാനിത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. എല്ലാവരും ഗബ്രി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അർജുന്റെ കൈ തന്നെയാണ്, എനിക്ക് കൺഫേം ആണെന്ന് പറഞ്ഞു. ഇപ്പൊ അവർക്ക് പുറത്തിറങ്ങിയപ്പോൾ അതിന്റെ കാര്യം മനസ്സിലായി. അന്ന് ആ പാവത്തിന് എല്ലാവരും കൂടെ എന്തൊക്കെയാ പറഞ്ഞത്, എല്ലാവരും ചേർന്നിട്ട് എന്തായാലും പുറത്തിറങ്ങിയപ്പോൾ അവർ അതിനെക്കുറിച്ച് പറയുണ്ടായി. എല്ലാ ജിൻഡോ ഫാൻസിനും കൂടെ അവർ മാപ്പും പറയുണ്ടായി. പിന്നെ എന്താ പറയുക, എയർപോർട്ടിൽ നിന്ന് വന്ന സമയത്ത് ജിൻഡോ കപ്പടിക്കാൻ ഇതാണ്, പക്ഷെ അകത്ത് എന്തൊക്കെയാ പറഞ്ഞതെന്ന് നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ആങ്കറിന്റെ സംസാര രീതികൾ ഞാൻ അതിനായിട്ട് കൂടുതലൊന്നും പറഞ്ഞൊന്നുമില്ല. ഒരാൾ വന്നിരിക്കുമ്പോൾ ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങളൊക്കെയുണ്ട്. ഓക്കെ, ചോദിക്കേണ്ട രീതി ചോദിക്കണം. ഇതൊരുമാതിരി ഓവറാണ്, എല്ലാം തികഞ്ഞെന്നുള്ള രീതിയില്ല. അപ്പം നമുക്ക് അതിലോട്ട് മെയിനായിട്ട് പോവാം. അദ്ദേഹത്തിന് കിട്ടേണ്ട രീതി കൊടുക്കുന്ന ഒരു കുറച്ച് സംഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിലോട്ടും കൂടെ ഒന്ന് പോവാം. ശരണ്യ, അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. ഞാനിത് ചോദിക്കാൻ കാരണം ആ അഖിൽമാരാർ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് സ്ത്രീകളെന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളല്ലേ? ശരണ്യ ഉൾപ്പെട്ടുള്ളവർ വരെ പങ്കാളികളല്ലേ? സത്യം പറഞ്ഞാൽ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ചിലപ്പം ചൊറിഞ്ഞു വരാം. അയാളെ നൈസായിട്ട് ചോദിച്ചതാണെങ്കിലും പുള്ളി കയറി നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ഇപ്പോഴത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അഖിൽമാരാർ ആ വ്യക്തിയുടെ പേരെന്തായാലും പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ പുറത്ത് വിടാത്തതിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രമുഖരായ ഒരു യൂട്യൂബറിനോട് ഞാൻ തന്നെ ചോദിച്ചായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത്, ഡാനി അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ രംഗത്ത് വരട്ടെ, അവർ കോടതിയിൽ വന്ന് ഇതിനെക്കുറിച്ച് പറയട്ടെ, എന്തുകൊണ്ട് അവർ പറയുന്നില്ല? അവരെന്തുകൊണ്ട് പറയുന്നില്ല ഡാനി? പറഞ്ഞാൽ അവരുടെ കള്ളി പൊളിച്ച് തകം. അതുകൊണ്ടാണ് അവർ പറയാത്തത്. എന്തുകൊണ്ട് അഖിൽമാറിന്റെ കൂടെ കേസ് കൊടുത്തിട്ടില്ല? അതും ശരിയാ. അയാൾ പറയുമ്പോൾ ഞാനിപ്പോൾ ഇത്ര പറഞ്ഞെങ്കിലും ശരിയാ. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത്രയും വിവാദം കൊണ്ടിട്ട് ആരും അയാളുടെ പേര് കേസൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പം പക്ഷെ ഇതുപോലുള്ള ആങ്കറും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പം ഓക്കെ, ഇപ്പം ശരണ്യ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടോ, എന്തുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൂടാം. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഏത് രീതിയിലാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ചിലവർ ആ ഒരു സെൻസിലെടുക്കാം, ഓ ഇനി ഇവരിങ്ങനെയാണോ അല്ലെങ്കിൽ അവരിങ്ങനെയാണോ, അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ വളച്ചൊടിക്കുന്നതാണല്ലോ കസാര ഇരുന്നിട്ട് കാലും പൊക്കി വെച്ച് ചിലവരൊക്കെ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നതല്ല. ബാക്കി കാര്യം കൂടെ ബാക്കി ക്ലിപ്പ് നിങ്ങൾ കാണും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ. എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുക? എന്റെ പേര് അയാൾ എടുത്തോ, എന്റെ പേരെടുത്തോ, ശരണ്യ എന്ന് പറഞ്ഞെടുത്തോ. സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. നല്ലൊരു പേരും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെടുത്തോ. ഇതുപോലെ ആയിരിക്കും ഞാൻ സംസാരിക്കുക. എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളി ഞാൻ പറഞ്ഞേക്കാം. എല്ലാം കൂടെ എടുത്ത് പുള്ളിക്കാരി വെളിയേറിയെന്നാ പറയുന്നത്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചായിരുന്നോ? ഇതിലെ ഈ ഒരു ക്ലിപ്പിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല, നോർമൽ ക്ലിപ്പ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ ശരണ്യയുടെ മലയാളം? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ബിഗ് ബോസിൽ കാണുന്ന മലയാളം പോലെ തന്നെയാണോ? ഇപ്പൊ പുള്ളിക്ക് നല്ല രീതിയിൽ പച്ച മലയാളം അറിയാം. ഇല്ല ടോവിനോ ഇല്ല നമ്മുടെ ലൂസിഫറിനകത്ത് സ്പീച്ച് ചെയ്യുന്ന പോലെ ആയിരുന്നു ബിഗ് ബോസിനകത്ത്. ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ ദേ കിടക്കുന്നു. ഇത് തന്നെ അവസ്ഥ. അപ്പോൾ പുള്ളിക്ക് നല്ല രീതിയിൽ മലയാളം കാര്യങ്ങളൊക്കെ അറിയാമെന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. കാരണം ഞാൻ അതാ നോട്ട് ചെയ്തത് മെയിനായിട്ട്. ബിഗ് ബോസിലെ ഒരു സംസാരമല്ല പുറത്തിറങ്ങിയപ്പോൾ പുള്ളിക്കാരുടെ. നമുക്ക് മെയിനായിട്ടുള്ള അടുത്ത ക്ലിപ്പാന്ന് കണ്ടു നോക്കാം. ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനാണ്? എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ്. അല്ലല്ല, ഇൻഡിവിജ്വൽ കാര്യം. ഹലോ ബ്രോ, ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനാണോ വിളിച്ചത്? ആണോ? അപ്പൊ അത് ചോദിച്ചാൽ മതി. ശരണ്യനെ പറ്റി ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ മതി. അഖിൽമാരാണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചോ, എന്നോട് ചോദിക്കണം. ശരണ്യ ആ ലിസ്റ്റിലില്ല. ശരണ്യയുടെ കാര്യം ചോദിക്കാൻ വിളിക്കുകയാണെങ്കിൽ അത് ചോദിച്ചാൽ മതി. പുള്ളിയുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അത് ചോദിച്ചതിന്റെ മറുപടികൾ അവർ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തായിരുന്നു. നിങ്ങൾ ആ ഇന്റർവ്യൂ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അവർക്ക് ആ കാര്യത്തിലോട് ഈ പുറത്ത് ഇത്രയും മാത്രം വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ചിലപ്പം ശരിയാണ്. ഇപ്പം എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, 1-2 പേര് തെറ്റിയതിന് 3-4 പേര് എന്ത് പിഴച്ച് എന്ന് പറയുന്ന പോലാണ്. ഓക്കെ, എന്തായാലും ആ സത്യം തെളിയുന്നെങ്കിലൊക്കെ തെളിയട്ടെ. എന്തായാലും ശരണ്യയുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ ആങ്കർ അദ്ദേഹം എന്താ പറയണ്ടേ, ഈ ഇങ്ങനത്തെ രീതി പണ്ടേ പുള്ളിയെ ആർക്കും കണ്ടുകൂടാൻ ചില രീതിയിലും പുള്ളിയുടെ പുറ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെയാണെന്ന് തോന്നുന്നു ചാണ്ടി ഉമ്മൻ്റെ അടുത്ത് അങ്ങോട്ട് സംസാരിക്കാറുണ്ട്. അയാൾ നല്ല രീതി ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഏറി കയറുന്ന കാണുന്ന പുള്ളിയെ. ചോദിക്കേണ്ട ചോദ്യങ്ങൾ കുറച്ച് ലൈറ്റാക്കി അത്രയും നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ശരണ്യയുടെ ഇന്റർവ്യൂവിൽ ആ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രം എന്താ പറയണ്ടേ, അത് കുടുംബ പ്രേക്ഷകർ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമുള്ളായിരുന്നു. പക്ഷെ ബിബിയിൽ എന്താ പറയണ്ടേ, അവര് വലിയ കാര്യത്തിന് ചെറുതായിട്ട് എടുക്കുകയും ചെറിയ കാര്യങ്ങൾ കൊച്ചുകുട്ടികളൊക്കെ പോലെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ശരണ്യ എനിക്ക് ഗേൾസിന്റെ കൂട്ടത്തിൽ എനിക്ക് ശരണ്യ ഭയങ്കര കാര്യം. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം. മീൻസ് ഞാൻ ലൈവൊക്കെ അവർക്കറിയുന്നത് ശരണ്യ ഫാനാന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ ചിലവർ ചോദിക്കും, ഓ ഡ്രസ്സ് കണ്ടിട്ടാണോ? അങ്ങനല്ല. ഞാൻ പണ്ട് ഇവരെ സത്യം പറയാലോ, ഇവരുടെ സീരിയലൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. ഞാൻ ചുമ്മാ പണിയൊന്നും ഇല്ലല്ലോ, സീരിയലൊക്കെ കാണും. പിന്നെ അത്യാവശ്യം മോഡേണും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ സംസാരിച്ചത്.
പിന്നെ ലൈക്ക് ചെയ്യാത്തവർക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കണം. എന്നെ എയറിലാക്കല്ലേ. ഓക്കെ, ബൈ.